ഹായ് അസ്സലാമു അലൈക്കും. മത്തബ് ബൈത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൂരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവ കൂടി ഇട്ടു. ഒരു പിഞ്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്യാം. 3 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വന്നതിന് ശേഷം നമുക്ക് 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി കൂടി ഇട്ടിട്ട് തക്കാളി വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. പൂരിക്ക് കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ഒരു ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് ചെറിയ ഓരോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതേപോലെ പരത്തി എടുക്കാം കേട്ടോ. വലിയ പൂരി വേണമെങ്കിൽ വലുതാക്കി എടുക്കാം, ചെറിയ പൂരി ആണെങ്കിൽ ചെറുതാക്കിയിട്ടും പരത്തി എടുക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാടി വന്ന് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, ജീരകപ്പൊടി 1/4 ടീസ്പൂണ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ ഗ്രേവി ഒന്നും വേണ്ട, കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. വേഗം ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ 4 മുട്ട കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉടച്ചൊഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലൈറ്റ് നമുക്ക് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികമൊക്കെ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുത്തു. ഇനി മുട്ടയ്ക്ക് ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൽക്കൊരു പിഞ്ച് കസ്തൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നല്ലോണം തിളക്കണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പൂരി പൊങ്ങി വന്നാൽ നന്നായിട്ട് എണ്ണയിൽ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പൊള്ളച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പോൾ നമ്മളെ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൂരി എല്ലാ ഭാഗം പൊള്ളച്ച് വെന്ത് വരും. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി അടുത്ത പൂരിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതേ പ്രകാരം എണ്ണയിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പൊങ്ങി വന്നാലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ എല്ലാ പൂരിയും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പൂരിയും പൊരിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.